ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കുറിച്ച് നമുക്ക് ഞങ്ങളോട് നീ വേല് പറയുന്നില്ല. തങ്ങന്മാർ മുസാവറയിലെ ആദ്യ മുസാവറ മുതൽ ഈ അടുത്ത കാലം ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വഫാത്താവുന്നവരെ ആ മുസാവറയിലുണ്ട്. കാവനൂരിൽ റഹ്മാൻ ഫൈസി നടത്തിയ പ്രസംഗത്തിലെ ആദ്യത്തെ കളവ് ഇതാണ്. അതായത് സമസ്തയുടെ ആദ്യത്തെ മുഷാവറ മുതൽ പാണക്കാട് തങ്ങന്മാർ മുഷാവറയിലുണ്ട് എന്നുള്ളത് പച്ച പൊള്ളാണ്. ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയാം. മഹാനായ പൂക്കോയ തങ്ങളാണ് മുഷാവറയിലേക്ക് വരുന്നത്. അദ്ദേഹം 1973 മുഷാവറയിലേക്ക് വരുന്നത്. സമസ്ത രൂപീകരിക്കപ്പെടുന്നത് 1926. എത്ര വർഷങ്ങൾക്ക് 40-45 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. അല്ലാതെ ആദ്യത്തെ മുഷാവറ മുതൽ പാണക്കാട് തങ്ങന്മാർ സമസ്ത മുഷാവറയിൽ ഇല്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ബൂസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? പാണക്കാട് തങ്ങന്മാർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അടുത്ത പൊള്ള് അയാൾ പറയട്ടെ. ഞങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചു. ചില ശകര നേതാക്കൾ കാവനൂരിൽ വന്നൊരു പ്രസംഗം നടത്തി. ഇവിടെ SKSF ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നും അതിൽ പോയിട്ടില്ല. ഒലയുടെ ആൾക്കാരുമല്ല, മഹല്ല് കമ്മിറ്റിന്റെ ആളുകളാണൊക്കെ. മഹല്ല് പറയുന്നതനുസരിച്ച് കേൾക്കുന്നവരും ചെയ്യുന്നവരുമാണ്. അവരല്ല. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് ചില ശജറയുടെ നേതാക്കൾ ഇവിടെ വന്നിട്ട് അവരങ്ങനെ പ്രസംഗിച്ചു. പച്ച നുണയാണിത്. കാവനൂരിലെ SKSFൻ്റെയും SYSൻ്റെയും പ്രവർത്തകർ സമസ്തയുടെ ആദർശ സമ്മേളനത്തിൽ കാവനൂർ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ആ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ലൈവ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സദസ്സിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ മഹല്ല് കമ്മിറ്റി പറയുന്നവരാണ് കാവനൂരിലുള്ള, പറയുന്നിടത്ത് നിൽക്കുന്നവരാണ് കാവനൂരിലുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹല്ല് കമ്മിറ്റി ഇപ്പോൾ സമസ്തക്കെതിരാക്കി മാറ്റുകയാണ് ഇയാൾ. അങ്ങനെയല്ലെന്നാ യാഥാർത്ഥ്യം. ഇങ്ങനൊരു പരിപാടി മഹല്ല് കമ്മിറ്റിൻ്റെ ലേബിൾ വെക്കണോ എന്നത് മഹല്ല് കമ്മിറ്റി ശക്തമായി എതിർത്ത കാര്യമാണെന്ന് ആ നാട്ടുകാരായ ആളുകൾ പറയാം. തെളിവ് നമ്മൾ കയ്യിലുണ്ട്. മറുത്ത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് പോലും ആ പരിപാടി അവിടെ നടത്തുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഈ റഹ്മാൻ ഫൈസിയുടെ ഒരൊറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി നളന്ദ സംഘം അവിടെ സംഘടിപ്പിച്ചത്. എന്നിട്ട് പച്ച നുണ പറയാം. അങ്ങനെ തങ്ങളുടെ നേതൃത്വത്തിലാണ് CIC എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, എല്ലാറ്റിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അങ്ങനെ അതും ഞാനുണ്ട്. അതിൻ്റെ CICൻ്റെ വൈസ് പ്രസിഡന്റാണ് ഞാനിപ്പോൾ. CICൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എന്താ അഭിമാനത്തോടെ മുമ്പ് പറയണ നോക്ക്. ഉളുപ്പുണ്ടോ അത് പറയാൻ? എന്നിട്ട് സമസ്ത എന്ന് പറഞ്ഞിട്ട് നടക്കും ചെയ്യാം. സമസ്ത തള്ളിയ ഒരു സംവിധാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നിൽക്കുക. എന്നിട്ട് അതിൽ അഭിമാനം കൊള്ളാം. എന്നിട്ട് ഞങ്ങളാണ് സമസ്തക്കാർ, മറ്റോല് ഷജറയാണെന്ന് പറയാം. ഇത് ഏറ്റവും വലിയ കാപട്യവും കളവുമല്ലേ? പല ഷജറ നേതാക്കളും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് എന്നോട് നേരിട്ടും കത്ത് മുഖേനയും ഫോൺ മുഖേനയും ഒക്കെ പറഞ്ഞു. അന്നത് കേട്ടിനെങ്കിൽ ഇന്നീ കുറുവാ സംഘത്തിൻ്റെ ഒപ്പം കൂടേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അന്നത് കേൾക്കാതിരിക്കാൻ പലരും പറഞ്ഞിട്ടും കേൾക്കാതെ ധിക്കാരപരമായിട്ട് സമസ്തക്കെതിരെ ഈ CICയിൽ അടിയുറച്ച് നിന്നത് എന്തിൻ്റെ പേരിലാണ്? ഭൗതിക താല്പര്യമല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്കതിലുള്ളത്? ഒരിക്കൽ സയ്യിദുൽ ഉലമയുടെ പേരിൽ പോലും നിങ്ങൾ കളവ് പറഞ്ഞു ഒരു വേദിയിൽ. പിറ്റത്തെ ദിവസം സയ്യിദുൽ ഉലമ അത് തിരുത്തുകയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. വാഫി സംവിധാനം നടത്താൻ സയ്യിദുൽ ഉലമ ഞങ്ങൾക്ക് അനുമതി തന്നു എന്ന കളവാണ് നിങ്ങളെന്ന് പറഞ്ഞത്. അത് സയ്യിദുൽ ഉലമ അത് തിരുത്തി പറയുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ പാഠം പഠിച്ചില്ല. ഈ കളവ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചേർത്തോളം ഇൻദാദുൽ ഇസ്ലാം സംഘം എന്ന ഈ മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് 1500-ൽ പരം വീടുകളുള്ള ഈ മഹല്ലത്തിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഒരു വാഫിയാണ്. ഇവിടെ വലിയൊരു മദ്രസ നടത്തുന്നത് 10ാം ക്ലാസ് വരെയുള്ള മദ്രസ. ആ മദ്രസയെ നിയന്ത്രിക്കുന്നത് ഒരു വാഫിയാണ്. അപ്പോ ഇവിടെ വന്നിട്ട് ഷജറ വിളമ്പിയത് ഈ വാഫി സിലബസ് തനി വഹാബിസമാണ്, അതിനാരും പിന്തുണക്കാൻ പാടില്ല. അത് പറയാൻ അവിടെ ഉണ്ട്. അടുത്ത പൊള്ളാണത്, കേട്ടോളി. എവിടെയെങ്കിലും അങ്ങനെ സമസ്തയുടെ ഔദ്യോഗിക വക്താക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഇവർ അതായിത്തീരുകയാണ്. അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ആയിത്തീരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹക്കീം ഫൈസിയും ടീമും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുജാഹിദിൻ്റെ പരിപാടിയിൽ അയാൾ സംബന്ധിച്ചു. ജമാഅത്തിൻ്റെ നിരവധി പരിപാടികളിൽ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഈ വാഫികളും
ഇയാളുമൊക്കെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതൊക്കെ സമസ്തക്കാരെ മേത്തേക്കിടുക. അത് കളവുമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ തരികിടയുമാണ്. വഫിയ നടത്താൻ പാടില്ല എന്നൊരു തീരുമാനം മുസാവറ എടുത്തിട്ടില്ല. പക്ഷെ ഷജറയ്ക്ക് അതറിയില്ല. ഷജറ ഇവിടെ വിത്തുണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല. വഫിയ നടത്താൻ പാടില്ല എന്ന് എടുത്തിട്ടില്ല. അല്പം തലച്ചോറുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. വഫിയ സംവിധാനത്തിൻ്റെ പോക്ക് ശരിയല്ല. അതിൻ്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് ശരിയല്ല. സമസ്തയോട് അവർ സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല. അതിൻ്റെ സിലബസിലുള്ള വിഷയങ്ങൾ ശരിയല്ല. ഇതൊക്കെ സമസ്ത പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് സമസ്തയുടെ ഔദ്യോഗിക വക്താക്കൾ, അതായത് സമസ്തയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമൊക്കെ ഈ CIC-യിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു, അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന്. പിന്നെ അത് നടത്താൻ പാടില്ല എന്ന് പ്രത്യേകം പറയണോ? പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ബുദ്ധിയുള്ള അല്പം മൂളുള്ള ഒരാൾക്ക് അത് തിരിയില്ലേ? ഒരു സമസ്തക്കാരൻ ആ പണി എടുക്കുമോ? അപ്പോൾ സമസ്ത ഉള്ളിലില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. 2/7/2022 മുസാവറയും വാഫിയുമായുള്ള CC-യുമായുള്ള എല്ലാ കാര്യങ്ങളും മുസാവറ പറഞ്ഞ മാതിരി എന്താണോ വേണ്ടത്, പെൺകുട്ടികളുടെ വിവാഹക്കാരിയാണെങ്കിൽ അത്, ഭരണഘടനയിൽ സമസ്തയുടെ പ്രസിഡന്റ് ഉപദേഷ്ടാവാകണം, അതിന്റെ ചെയർമാൻ ആകണം എന്നുണ്ടായിരുന്നെങ്കിൽ അതും അങ്ങനെ. മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ. സമസ്ത എങ്ങനെയാ പറയുന്നത് അത് അപ്പോൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് CIC-യുടെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഗ്രി തങ്ങളും പാണക്കാട് കൂടി ഇരുന്ന് എഴുതി ഒപ്പിട്ടിട്ട് കത്തട് കൊടുത്തു. തങ്ങളത്ത് കൊടുത്തവൻ നമുക്കൊന്നും വളരെ തന്നെ. അതോടുകൂടി 2/7/2022 സുപ്രഭാതത്തിൽ വന്നു സമസ്തയുമായുള്ള CIC-യുമായുള്ള എല്ലാ കേസുകളും പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചു. നമുക്ക് ഓർമ്മ ഉണ്ടാവും, പുനഃസ്ഥാപിച്ചു. അത് വന്നപ്പോ ചില അസൂയാലുക്കൾക്ക് ഇത് പറ്റില്ല. ആ അസൂയാലുക്കൾ ആരാണ് ആ അസൂയാലുക്കൾ? അതും സമസ്തയുടെ പ്രവർത്തകരുടെ മേലെ ചാമ്പാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ അതിലാരും അൽഹംദുലില്ലാ എന്ന് പറയരുത്, അങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആരും സ്റ്റാറ്റസ് ഇടരുത് എന്ന് വഫിയകൾക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിർദ്ദേശം നൽകി. അപ്പോൾ ആരാണ് ഇവിടുത്തെ പ്രശ്നക്കാർ? അതും സമസ്തയുടെ മുകളിലേക്ക് ഇടാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. നോക്ക് നിങ്ങൾ. അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങൾ നടന്നു? സമസ്തക്കെതിരെ 3 പ്രമേയങ്ങൾ പാസാക്കി. സെനറ്റിൽ 3 പ്രമേയങ്ങൾ സമസ്തക്കെതിരെ. അതൊരു ഐക്യം നടക്കുമെന്ന് കരുതി നിൽക്കുന്ന, അത് സംഭവിക്കാനിരിക്കുന്നതിൻ്റെ അടുത്ത ദിവസമാണ് അത് പാസാക്കിയിട്ട് കൊളാക്കിയത്. അതുപോലെ മറ്റൊന്ന്, ചർച്ച നടക്കാനിരിക്കുന്ന തലേ ദിവസം ഹക്കീം ഫൈസിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെടുത്തു. അങ്ങനെ ഐക്യ ചർച്ച കൊളാക്കി. ഇങ്ങനെ പല സംഭവങ്ങൾ. ഐക്യം നടക്കുമെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഏത് ഭാഗത്തു നിന്നാണ് ഈ കാവനൂർ റഹ്മാൻ ഫൈസി അടക്കമുള്ള CIC-യുടെ ഭാഗത്തു നിന്നാണ് ഉടക്കുകളും അതുപോലെ തന്നെ വിലങ്ങുകളും ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ സമസ്തൻ്റെ മേലെ കിട്ടുകാണ്ട് നിങ്ങൾ തടി തപ്പ എന്ന് വിചാരിക്കേണ്ട. ഈ കളവുകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ബോധം വേണം. വാഫിയും ഉദവിയൊക്കെ കഴിഞ്ഞ ഒരു ഉദവിനെയാണ് ഇവിടെ അലിഗറിന്റെ ഒരു ഓഫ് ക്യാമ്പസ് വന്നപ്പോ അതിന്റെ വൈസ് ചാൻസലറായിട്ട് അതിന്റെ രജിസ്ട്രാളായിട്ട് കൊണ്ടുവന്നത്, ഡയറക്ടറായിട്ട് കൊണ്ടുവന്ന ഒരു ഉദവിനെ. അപ്പൊ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ്. കടല് കടന്നു ചെന്നാൽ അവിടെയൊക്കെ അങ്ങനെ തന്നെ വാഫികളും ഉദവികളുമാണ്. അതിനെന്തിനാണ് സമസ്തക്കാർക്ക് അസൂയ? അത് സമസ്ത ഉണ്ടാക്കിയ സ്ഥാപനം തന്നെയല്ലേ, സമസ്ത ഉണ്ടാക്കിയ സംവിധാനങ്ങളല്ലേ, സമസ്തയുടെ ആലിമീങ്ങൾ കെട്ടിപ്പടുത്ത സംവിധാനങ്ങളല്ലേ. എന്നിട്ട് അവർ സമസ്തയുടെ ലേബലിൽ സമസ്തക്ക് അഭിമാനമുണ്ടാകുന്ന തരത്തിൽ ഉയർന്നു വരുമ്പോൾ സമസ്തക്കാർക്ക് എന്തിന് അവരോട് അസൂയ ഉണ്ടാവണം? അതല്ല യാഥാർത്ഥ്യം. പല വേദികളിലും ഇവരെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ സമ്മേളന നഗരികളിൽ വേദികളിൽ പോലും പ്രസംഗിച്ചിട്ടുണ്ട്. ഉദവികളെക്കുറിച്ച്, വാഫികളെക്കുറിച്ച്, വഫിയകളെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലത്ത്.
പക്ഷേ ഇവർ സമസ്തക്കെതിരെ തിരിയാൻ തുടങ്ങിയപ്പോഴാണ് സമസ്ത അവർക്ക് മൂക്കുകയറിട്ടത്. അത് സമസ്തയാണ് മൂക്കുകയറിട്ടത്. നിങ്ങൾ നോക്കൂ, ഈ നമ്മളെ കാവനൂരിലെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പൊ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായ പേര് കിട്ടുന്നില്ല, ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ 7 കോടി രൂപ സ്കോളർഷിപ്പോട് കൂടി പഠിക്കുകയാണ്. ഇവരിങ്ങനെ സ്റ്റേജ് കയറി ഇങ്ങനെ പോയി അവിടെ വേറെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പൊ കട്ടുകാട്ട് ഇങ്ങനെ പോരാന്നല്ല, ഒരിക്കൽ തോന്നുന്നില്ലല്ലോ. നോക്കി നിങ്ങൾ ഇയാളൊരു വിവരം. ഒരാൾ 7 കോടി സ്കോളർഷിപ്പോടെ ഒരു ഭൗതിക പഠനം നടത്തുന്നു അമേരിക്കയിൽ. ഇവരോ കുറച്ച് ആൾക്കാർ വാഴ്ന്നു പറഞ്ഞിങ്ങനെ നടക്കണം. അപ്പോൾ ഏതാണ് ഇയാൾ കാഴ്ചപ്പാടിൽ ഇപ്പോൾ മറ്റേ 7 കോടി നേടിയ ആളാണ് ഏറ്റവും മുകളിലുള്ളത്. ഈ വാഴ്ന്നു പറയുന്ന പോലെയൊക്കെ വളരെ താഴത്താണ്. ഈ കോലത്തിലാണല്ലോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണത്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ രൂപത്തിലാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണത്. എന്തൊരവസ്ഥ. ഇനി അങ്ങനെ അവർ മുഷാവറ ചെയ്ത് സമർപ്പിച്ചു. പാവങ്ങളായ നമ്മളെ നേതാക്കന്മാർ സ്വാർത്ഥികരാണ്. അവർക്ക് അതിനെപ്പറ്റിയൊന്നും അവരതിനെ അറിയില്ല. അതൊന്നും അറിയില്ല. പല മഹാന്മാരെ പണ്ഡിതന്മാരെ പറ്റി അവരതിനെ പറ്റി അറിയാത്തവരായതുകൊണ്ട് ഒരു പറഞ്ഞു, എന്നാ അങ്ങനെ കണ്ടോ, എന്നാ പിന്നെ ആ ഹക്കീം ആയിട്ടുള്ള ബന്ധമുള്ള ഷാപ്പിന് നമുക്ക് ബന്ധം വേണ്ട, അത് ഒരു തീരുമാനിച്ചു. അപ്പൊ ഇവരെ തീരുമാനം എടുപ്പിച്ചു, അസൂയാലുക്കൾ എടുപ്പിച്ചതാ. അപ്പോൾ ആരെടുപ്പിച്ചതാ? അസൂയാലുക്കൾ സമസ്തനെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചതാ. സാത്വികരായ പണ്ഡിതന്മാർക്ക് ഇതൊന്നും അറിയില്ല. അവരെ കൊണ്ട് അത് ജിഫ്രി തങ്ങളൊക്കെ പറ്റിച്ച് കാണ്ടേ, ജിഫ്രി തങ്ങളെയും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറ്റിച്ച് കാണ്ട് അസൂയാലുക്കളായ കുറച്ച് ആൾക്കാർ തീരുമാനം എടുപ്പിച്ചതാ. അപ്പോൾ അത് ആരുടെയും കയ്യിലെ കളിപ്പാവയാണ് ഈ സമസ്ത എന്ന് പറയുന്നത്. സമസ്തയ്ക്ക് യാതൊരു വിവരം ബോധമൊന്നുമില്ലേ? അപ്പോൾ അങ്ങനെ വരുത്തി തീർക്കുക. അയാൾ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ പറഞ്ഞ് പച്ച പൊള്ളു പറയാം. ഇതൊന്നും ആൾക്കാർക്ക് ഇതൊന്നും തിരിയില്ലേ? എല്ലാവരും ഈ അരിഭക്ഷണം കഴിക്കണ പോലെ തന്നെയല്ലേ? അങ്ങനെ രാജിയൊക്കെ കൊടുത്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ ഈ പകരം സെക്രട്ടറി വേണമല്ലോ. ബഹുമാനപ്പെട്ട തങ്ങള് ജിബി തങ്ങളോട് ചോദിച്ച് ആലിക്കുട്ടിയാരോട് ചോദിച്ചിട്ട് ഒരാളെ മുപ്പരോട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അന്വേഷിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ അന്വേഷിച്ചു, ഒരാളെ പ്രഖ്യാപിച്ചു. അതാണ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അസ്ലിയാലിന്റെ നേതാവ് പറഞ്ഞു, അതും ഇതുവരെ ഉണ്ടായിരുന്ന മൂർഖനായിരുന്നു, ഇപ്പോൾ കരിമൂർഖനായി. പൊന്നാര ഫൈസി പച്ചക്കളവല്ല നിങ്ങൾ പറയണത്. ജിഫ്രി തങ്ങളോടും ആലിക്കുട്ടി ഉസ്താദിനോടും ചോദിച്ചിട്ടാണോ ഹബീബുള്ള ഫൈസിനെ ജനറൽ സെക്രട്ടറി ആക്കിയത്? അങ്ങനെയാണെങ്കിൽ അതിൽ പ്രതിഷേധിച്ചിട്ട് പിറ്റത്തെ ദിവസം എന്തിനാണ് ആലിക്കുട്ടി ഉസ്താദും ജിഫ്രി തങ്ങളും രാജിവെച്ചത്? നല്ല കോമഡിയാണല്ലത്. പിറ്റത്തെ ദിവസം ഹബീബുള്ള ഫൈസിയെ സെക്രട്ടറി ആക്കിയതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ജിഫ്രി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും രാജിവെക്കുന്നത്. ആ പത്രവാർത്ത എടുത്ത് നോക്കിയാൽ കാണാം. എന്തിനായിരുന്നു അത്? സമസ്ത അറിയാതെ, സമസ്ത നിർദ്ദേശിച്ച വ്യക്തിയെ അല്ലാതെ, സമസ്ത ഒരാൾ നിർദ്ദേശിച്ചിരുന്നു, ആ വ്യക്തിയെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ ജനറൽ സെക്രട്ടറി ആക്കി. ഇതായിരുന്നു പ്രശ്നം. അപ്പോൾ എന്നിട്ട് ഇയാൾ പറയുന്ന കളവ് നോക്കി. ആലിക്കുട്ടി ഉസ്താദിനോടും ജിഫ്രി തങ്ങളോടും അന്വേഷിച്ചിട്ടാണ് ആക്കിയത്. പച്ചക്കളവാണിത്. ഇങ്ങനെ നിരന്തരം ഇയാളെ വോയിസ് ഇപ്പോൾ അത് പകുതി ആയിട്ടില്ല, പകുതി പിന്നിട്ടപ്പോൾ 10 കളവ് ഇവിടെ പിടിക്കപ്പെട്ടു. ഇങ്ങനെ നിരന്തരം ആ പ്രസംഗം മുഴുവൻ കളവാണ്. വെറുതെ നിങ്ങളെ നളന്ത കേരള ജമിയത്തുൽ ഖുർവ എന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാ യോഗ്യതയും നിങ്ങൾക്കുണ്ട്.